സിനിമയിൽ നർമ്മത്തിൽ പൊതിഞ്ഞ സന്ദേശങ്ങളിലൂടെ മലയാളിയെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത അതുല്യ പ്രതിഭയാണ് സംവിധായകനും തിരക്കഥാകൃത്തുമായ നടൻ ശ്രീനിവാസൻ. കഴിഞ്ഞ കുറേ നാളുകളായി സ്വന്തം ജീവിതത്തിലൂടെ വിഷപ്പച്ചക്കറിക്കെതിരായ ബോധവൽക്കരണം അദ്ദേഹം നൽകുന്നത് നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. ഈ കർഷക ദിനത്തിൽ ചിങ്ങം 1-ന് ശ്രീനിവാസന്റെ വാക്കുകൾ ഏറെ പ്രസക്തമാണ്. നമസ്കാരം, മാതൃഭൂമി ന്യൂസിലേക്ക് സ്വാഗതം. ഈ കർഷക ദിനത്തിൽ പ്രേക്ഷകരോട് നൽകാനുള്ള സന്ദേശം അതാകട്ടെ ആദ്യം. അപ്പോൾ ശരിക്കും ഞാനിതിലേക്ക് വരാൻ കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, തമിഴ്നാട്ടിൽ നിന്നും പല സംസ്ഥാനങ്ങളിൽ നിന്നും പച്ചക്കറികളും അരിയും എല്ലാം ഇങ്ങനെ ഇറക്കുമതി ചെയ്യുകയാണല്ലോ. ഇതൊക്കെ എങ്ങനെയാണ് അവിടെ വിളയിച്ചെടുക്കുന്നത് എന്നുള്ളത് അറിഞ്ഞാൽ നമ്മൾ തൊട്ടടുത്തുള്ള ഷോപ്പിൽ നിന്ന് ഇതൊന്നും വാങ്ങില്ല. കാരണം അത്രത്തോളം രാസവളവും കീടനാശിനി അടിച്ചിട്ടുള്ള സാധനങ്ങളാണ്. ഇപ്പോൾ നമ്മൾ ഓണക്കാലത്ത് പറയും, ഗവൺമെൻറ്റിൻ്റെ പ്രഖ്യാപനം ഉണ്ടാകും, ആന്ധ്രയിൽ നിന്ന് അരി കിട്ടി. എന്തരിയാണ് കിട്ടിയത്, എങ്ങനെയുള്ള അരിയാണ്, ഇതിനെ പറ്റിയിട്ടൊന്നും ഒരു കൺസേണും ആർക്കുമില്ല. അപ്പോൾ ഈ കർഷക ദിനം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇതെല്ലാം ഒഴിവാക്കിയിട്ട് സംശുദ്ധമായ ഭക്ഷണം കഴിക്കാനുള്ള ഒരു ഉറച്ച തീരുമാനം എടുക്കാൻ എല്ലാവരോടും ഞാൻ അപേക്ഷിക്കുകയാണ്. മലയാളി ഇപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ എടുത്തു കഴിഞ്ഞാൽ വിഷപ്പച്ചക്കറിയെക്കുറിച്ച് ബോധവാനാണ്. അതുകൊണ്ട് തന്നെ പച്ചക്കറി കൃഷി സ്വന്തം രീതിയിലൊക്കെ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. മലയാളി മാറി തുടങ്ങി. അതായത് അത് ചെറിയൊരു ശതമാനം മാത്രമേ ഉള്ളൂ. നമ്മളിപ്പോൾ പത്രങ്ങളിലൊക്കെ ഒരുപാട് ലേഖനങ്ങൾ വന്നിട്ടുണ്ട് ഈ പച്ചക്കറിയുടെയും അരിയുടെയും കുഴപ്പങ്ങൾ എന്താണ്. ഈ പത്രം വായിക്കാത്തവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ അറിവിലേക്ക് ഇത് എത്തിയിട്ടില്ല. ആ അറിവിലേക്ക് അവർ മിക്കവാറും സീരിയൽ കാണുന്ന ആൾക്കാരായിരിക്കും കൂടുതലും. സീരിയലോട് കൂടിയിട്ട് അവരുടെ പൊതു അറിവുകളൊക്കെ അവർ നേടിക്കഴിഞ്ഞു എന്നുള്ള മട്ടിലാണ്. ന്യൂസ് കാണുന്ന ആൾക്കാർ തന്നെ വളരെ അപൂർവമാണ്. അപ്പോൾ എങ്ങനെയെങ്കിലും ആരെങ്കിലും ഒരാളെങ്കിലും ഇതുപോലെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ കാണുമ്പോൾ ഒരു പുനർചിന്ത അവരിൽ ഉണ്ടാവട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ് എപ്പോഴും. സന്ദേശം എന്ന സിനിമ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം പറയുന്ന സിനിമയാണെങ്കിൽ അതിനകത്ത് ഒരു കൃഷിയുടെ ഒരു നന്മയും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അത് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് എടുത്ത സിനിമയായിരുന്നിട്ട് പോലും അന്ന് അതിനെക്കുറിച്ച് താങ്കൾ ബോധവാനാണ്. എങ്ങനെയാണ് ഈ ജൈവ പച്ചക്കറി കൃഷിയിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യാനിടയായത്? ഇൻസിഡൻറ്റ് എന്തെങ്കിലും ഉണ്ടോ? എങ്ങനെയാണ് അതിലേക്ക്? അത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ചെറുപ്പകാലത്ത് എൻ്റെ വീട്ടിലും എൻ്റെ ഗ്രാമത്തിലുമൊക്കെ എല്ലാ ആൾക്കാരും അവരവർക്ക് വേണ്ടുന്ന ഭക്ഷണവും നെല്ലുമൊക്കെ കൃഷി ചെയ്യുന്നൊരു രീതി ഉണ്ടായിരുന്നു. ഞാൻ മദിരാശിയിലെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കാൻ പോയ സമയത്ത് സ്വന്തമായിട്ട് ഭക്ഷണം പാകം ചെയ്യാനുള്ള ഒരു അവസ്ഥ വന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോട്ടലിൽ നിന്നും കഴിക്കാനുള്ള പൈസ അച്ഛൻ അയച്ചിട്ടില്ലായിരുന്നു. അത് ഞാൻ അവിടുന്ന് പഠിക്കുന്നത് എന്തോ ഒരു തലക്ക് ഭ്രാന്തായിട്ടാണെന്നുള്ള മട്ടിലായതുകൊണ്ട് അച്ഛന് മനസ്സിലാവാത്തതുകൊണ്ട് എനിക്ക് പൈസ അയച്ചിട്ടില്ല. ഞാൻ പട്ടിണി കിടന്നിട്ട് തിരിച്ചു വരണമെന്നാണ് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നത്. ഞങ്ങൾ 4 പേര് ഒന്നിച്ച് താമസിക്കായിരുന്നു. അപ്പോൾ അവർ കുക്ക് ചെയ്യുന്ന പല സാധനങ്ങളും എനിക്ക് തീരെ ഇഷ്ടപ്പെടാത്തത് കൊണ്ട് ഞാൻ തന്നെ സ്വയം കുക്കിംഗ് ഏറ്റെടുക്കേണ്ടി വന്നു. അങ്ങനെ ആണ് നമ്മൾ ഈ അന്ന് വീട്ടിൽ നിന്ന് കഴിച്ചിരുന്ന പച്ചക്കറിയും അരിയും അതിൻ്റെയൊക്കെ ഒരു ഗുണം എന്താണെന്നുള്ളത് വേറൊന്ന് കഴിച്ച് തുടങ്ങിയപ്പോൾ. അപ്പോൾ അന്ന് മുതലേ എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് അവിടെ തുടങ്ങിയതാണ്. മനസ്സിലായില്ലേ? നമ്മൾ തന്നെ ഉണ്ടാക്കുന്നത് നമുക്ക് കഴിക്കാൻ സാധിക്കും. പക്ഷേ ഈ ഒരു ആശയം വെച്ചുകൊണ്ട് 12 വർഷം മുമ്പ് ഞാൻ വാങ്ങിച്ചൊരു സ്ഥലമാണ് ഇപ്പോൾ താമസിക്കുന്ന വീട് എന്ന് പറയുന്നത്. ഞാൻ വീട് വെക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ച സ്ഥലമല്ല, അത് അവിടെ പച്ചക്കറി കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. അപ്പം അവിടെ പല ആൾക്കാരെയും ഇങ്ങനെ കൃഷി നോക്കാനായിട്ട് ഇങ്ങനെ നിർത്തും. ഏതെങ്കിലും ഷൂട്ടിംഗ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഇതെല്ലാം നശിച്ചിട്ടുണ്ടാകും. ആളുകൾ അവിടെ വെള്ളടിയും പരിപാടികളും അങ്ങനെയൊക്കെയുള്ള ഇതായിട്ട് അങ്ങനെ മടുത്തിട്ടാണ് ഞാൻ അവിടെ തന്നെ താമസിച്ചേക്കാം, എന്നാൽ പിന്നെ നമ്മുടെ കൺമുമ്പിൽ പച്ചക്കറി കൃഷി നന്നായി നടക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് തുടങ്ങിയത്. അപ്പോൾ അന്ന് എത്രത്തോളം കീടനാശിനികളും രാസവളങ്ങളും ഉപയോഗിക്കുന്നുണ്ട് ഈ കൃഷിക്കുന്നുള്ളതിനെ പറ്റി വ്യക്തമായൊരു ധാരണ ഉണ്ടായിരുന്നില്ല. നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന അതുമാത്രമാണ് ആദ്യം ആലോചിച്ചത്. പക്ഷെ പിന്നീട് മനസ്സിലായി ഇത് വളരെ കുഴപ്പം പിടിച്ചാണെന്ന് പല വായനയിലൂടെയും മനസ്സിലായി. അപ്പോഴാണ് ഇത് ആളുകളുടെ അറിവിലേക്ക് എത്തിക്കാൻ വേണ്ടി ഞാൻ ശ്രമം തുടങ്ങിയത്. ക്യാൻസർ തുടങ്ങിയിട്ടുള്ള രോഗങ്ങളടക്കം മാറ്റാനായിട്ട് ശുദ്ധമായ ആഹാരം കഴിച്ചേ പറ്റൂ. ഇപ്പം മീറ്റൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ സാധാരണ നമ്മൾ ചവച്ചരച്ച് തിന്നിട്ടില്ലെങ്കിൽ 50 മണിക്കൂറൊക്കെ എടുക്കും ദഹിക്കാനായിട്ട്. ബീഫ് കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നത് ഏതെങ്കിലും പാർട്ടിയുടെയോ ഏതെങ്കിലും മതത്തിൻ്റെയോ മാത്രമായിട്ടുള്ള ഒരു സംഗതിയല്ല.
അതെന്താണെന്ന് വെച്ചാൽ മീറ്റ് പശുവിൻ്റെ ജീവജാലങ്ങളിൽ പശുവിന് മാത്രമായിട്ടുള്ളൊരു സവിശേഷതയുണ്ട്. അതിൻ്റെ പിന്നെ ഇത് കഴിക്കുന്ന ആഹാരത്തിലുള്ള മാലിന്യങ്ങളും വിഷാംശങ്ങളും ഒക്കെ ശരീരത്തിലാണ് പടരുന്നത്. മനസ്സിലായോ? അതിൻ്റെ പാലിലോ മൂത്രത്തിലോ ചാണകത്തിലോ ആ വിഷാംശം കലരില്ല എന്നാണ് നാസ അടക്കമുള്ള ആൾക്കാർ പരീക്ഷിച്ചിട്ട് കണ്ടെത്തിയത്. അപ്പോൾ ഈ വിഷാംശമുള്ളതാണ് മാംസം പശുവിൻ്റെ. അതുകൊണ്ടാണ് കഴിക്കരുതെന്ന് പറയുന്നതിൻ്റെ തത്വം അതാണ്. ഗർഭിണിയായ ഒരു സ്ത്രീ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം ഉണ്ട്. അവർ ശരിക്കുള്ള ആഹാരം കഴിച്ചില്ലെങ്കിൽ അവരുടെ ഗർഭത്തിലിരിക്കുന്ന ശിശുവിനെ അവർ കൊല്ലുകയാണ്. അപ്പോൾ സ്വന്തം പിന്നെ കുഞ്ഞ് ആരോഗ്യവും സൗന്ദര്യവും ഒക്കെയുള്ള കുഞ്ഞ് ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്ത്രീ സ്വാഭാവികമായിട്ടും നല്ല ആഹാരം കഴിക്കുക എന്നല്ലാതെ ഇതിന് വേറെ ഷോർട്ട് കട്ടില്ല. താങ്കളെപ്പോലൊരു വ്യക്തി ഇതേക്കുറിച്ച് പറയുമ്പോൾ കേൾക്കാൻ ഒത്തിരി പേര് തയ്യാറാകും. അവിടെ കൃഷി തുടങ്ങിയതിന് ശേഷം പലരും അതിനെ ഫോളോ ചെയ്തിരുന്നു, അതോ മറ്റ് സ്ഥലങ്ങളിൽ ഈ മാതൃക പിന്തുടരാൻ പലരും തയ്യാറായി വന്നായിരുന്നു? ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ പോകാറുണ്ട്. അവിടെയൊക്കെ എൻ്റെ ഈ പറയുന്ന ഞാൻ കൃഷി ചെയ്തിട്ടുള്ള അനുഭവങ്ങൾ ഞാൻ പറയാറുണ്ട്. വിദേശത്ത് പോയപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, അമേരിക്കയിൽ പോയപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഞാനിങ്ങനെ ജൈവ കൃഷിയും കാര്യങ്ങളൊക്കെ ഒരു സ്റ്റേജ് ഷോയ്ക്ക് പോയ സമയത്താണ് ഒക്കെ ചെയ്യുന്നുണ്ടെന്ന് പറയുമ്പോൾ ആൾക്കാർ ഭയങ്കര കയ്യടിയായിരുന്നു. ലോകം എമ്പാടുമുള്ള മലയാളികൾ അത് മനസ്സിലാക്കുന്നു, അവരതൊരു ആവേശകരമായ രീതിയിൽ അതിനെ സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ അത് എന്ന് പറയുന്നത് ഒരു വിഭാഗമാണ്. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ 2% മാത്രമേ ഉള്ളൂ ജനസംഖ്യ. ചെറിയൊരു രാജ്യമാണ് ക്യൂബ. ഞാൻ പണ്ട് ക്യൂബ മൂന്നിനെ അഭിനയിച്ചുകൊണ്ട് പറയുന്നതല്ല, ക്യൂബയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അപ്പോൾ അവിടുത്തെ അഗ്രികൾച്ചർ സയൻറ്റിസ്റ്റ് എന്ന് പറയുന്നത് ലാറ്റിൻ അമേരിക്കയിൽ 12% പേര് ക്യൂബക്കാരാണ്. ജനസംഖ്യ 2% ഉള്ളൂ. ഹവാന എന്ന് പറയുന്ന ക്യാപിറ്റൽ സിറ്റിയിൽ 8000 ജൈവ പച്ചക്കറി തോട്ടങ്ങളുണ്ട്. എങ്ങനെയാണത്? എല്ലാ ഒഴിഞ്ഞു കിടക്കുന്ന എല്ലാം ഗവൺമെൻറ്റിൻ്റെയാണ് അവിടെ. എല്ലാ സ്ഥാപനങ്ങളുടെ ഒഴിഞ്ഞു കിടക്കുന്ന എല്ലാ സ്ഥലത്തും നമ്മുടെ വലിയ ലോണൊക്കെ ഉണ്ടാക്കുമല്ലോ, ഒരാവശ്യമില്ലാത്ത പുല്ല് പിടിപ്പിക്കുന്ന പരിപാടി എൻ്റെ വീട്ടിലുണ്ടായിരുന്നു. അത് ആർക്കിടെക്റ്റിൻ്റെ നിർദ്ദേശപ്രകാരം അങ്ങനെ ചെയ്തതാണ്. പിന്നീട് അതിനെപ്പറ്റി ബോധം വന്നപ്പോൾ ഞാൻ കളഞ്ഞു. അവിടെയൊക്കെ എല്ലാ ഫ്രൂട്ട്സിൻ്റെയും മറ്റേതിൻ്റെ എല്ലാം പ്ലാവ് മാവ് ഇതുപോലുള്ള തൈകളൊക്കെ വെച്ച് പിടിപ്പിച്ചിരിക്കുകയാണ്. വരുമ്പോൾ മനസ്സിലായാലേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ വിചാരിക്കും ഇതാണ് ഭംഗിയെന്ന്. ശരിക്കുള്ള ഭംഗി അതല്ല. നമുക്ക് ആവശ്യത്തിനുള്ള പഴങ്ങളും പച്ചക്കറികളും കിട്ടാനാണ് നമ്മൾ സ്ഥലം ഉപയോഗപ്പെടുത്തേണ്ടത്. അല്ലാതെ ചെയ്യുന്നതൊക്കെ ക്രൈമാണ് ശരിക്കും പറഞ്ഞാൽ. പലരും കടന്നു വരാൻ മടിക്കുന്നത് ഇത് ആദായകരമാണോ അല്ലെങ്കിൽ ഇത് നഷ്ടങ്ങൾ ഉണ്ടാക്കുമോ എന്നുള്ള രീതിയിലാണ് പലരും വാണിജ്യാടിസ്ഥാന രംഗത്ത് വരാറ്. എന്നാൽ സ്വന്തം വീട്ടിലുണ്ടാക്കുന്നതിന് ഈ പറഞ്ഞ തടസ്സങ്ങളില്ല. കൃഷി ആദായകരമായിട്ടാണോ ഇതിനെ കാണുന്നത്? എങ്ങനെയാണ് കൃഷി ആദായകരമാവണമെങ്കിൽ നെൽകൃഷി ആയാലും പച്ചക്കറി കൃഷി ആയാലും മണ്ണിനെ നന്നാക്കിയെടുക്കുന്ന ഒരു വലിയ സയൻസ് ഉണ്ട്. എക്കോ ഫ്രണ്ട്ലി സയൻസ് എന്നാണ് അതിൻ്റെ പേര്. നേച്ചർ എക്കോ ഫ്രണ്ട്ലി സയൻസ്, നെറ്റീവ് എന്ന് ചുരുക്കി പറയും. അത് ശരിയാവുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഉള്ളതിൻ്റെ 4 ഇരട്ടിയാണ് വിളവ്. അത് നമ്മൾ മണ്ണിനെ, ഏത് മോശം മണ്ണിനെയും നന്നാക്കിയെടുക്കുന്ന ഒരു പ്രോസസ്സാണ് ഈ നേച്ചർ എക്കോ ഫ്രണ്ട്ലി സയൻസ് എന്ന് പറയുന്നത്. ഈ മണ്ണിൽ ചാണകം, കുറച്ച് മണ്ണ്, പിന്നെ കരിയിലയോ പച്ചിലയോ ഇതെല്ലാം ഇട്ട് പല ലെയറിലിട്ടിട്ട് ഒരു 5 മാസം കൊണ്ട് ഈ മണ്ണ് എന്ന് പറയുന്ന സാധനം അങ്ങോട്ട് പൊന്നായി മാറും. അപ്പോൾ ഞാനത് തുടങ്ങിയിട്ടില്ല, ഞാൻ തുടങ്ങാൻ പോവുകയാണ്. അപ്പം ഈ പറഞ്ഞ പോലെ ഈ 5 മാസം നമ്മൾ കൃഷി ചെയ്യാതെ ആ സ്ഥലം ഇടാനുള്ള ഒരു ക്ഷമയും മനസ്സും നമുക്ക് വേണം. തക്കാളിയൊക്കെ 5 ഇരട്ടി വിളവാണെന്നാണ് അവരുടെ കണക്കുകൾ പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത് ലാഭകരമായിരിക്കും.